ഫിനാൻഷ്യൽ ഫ്രീഡം ചലഞ്ചിൻ്റെ കോൺസെപ്റ്റ് ഇത്ര ഈസിയാണോ? ഇത്ര ഈസി ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് RSI പഠിച്ചത്, ഞാൻ എന്തിനാണ് ബോളിംഗർ ബാലൻസ് പഠിച്ചത്, അല്ലെങ്കിൽ ഇത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുന്നത് മാർക്കറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലത്തും ഫേക്കിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇമോഷൻസിൻ്റെ കൺട്രോൾസ് ഉണ്ടാവും. മാർക്കറ്റ് പ്ലേയേഴ്സ് എന്താ ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു സോൺസിനെ എല്ലാം തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെന്താ റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്താ ചെയ്യാൻ പോകുന്നത്, ആ ഒരു കൺഫർമേഷൻ ബേസിലാണ് നമ്മൾ ട്രേഡ്സ് എൻട്രിയും എക്സിറ്റും ചെയ്യേണ്ടത്. അപ്പോൾ കൺഫർമേഷൻസ് കുറച്ചുകൂടെ പ്രിസൈസ് ആക്കാനുള്ള 3 ക്യാൻഡിൽ ഫോർമേഷൻ അല്ലെങ്കിൽ FFC ഫോർമേഷൻ്റെ മിഡിൽ ക്യാൻഡിൽ എന്താണെന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ നോക്കാം. ലെറ്റ് മീ ഗോ ബാക്ക് ടു ബാങ്ക് നിഫ്റ്റി ഓർ സെൻസെക്സ് എടുക്കാം. സെൻസെക്സ് ഇതുവരെ നമ്മൾ നോക്കിയിട്ടില്ലല്ലോ അല്ലേ, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇതാണ് നമ്മളുടെ FFC ഫോർമേഷൻ്റെ ലോവർ സോൺ ആൻഡ് ദിസ് ഇസ് മൈ അപ്പർ സോൺ അല്ലേ. മാർക്കറ്റ് ഇവിടെ ട്രേഡ് ആവുന്നതിന് മുമ്പ്, ഈ പറയുന്ന 23 ഡിസംബർ ട്രേഡ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഇതാണ് ലോവർ സോണും അപ്പർ സോണും അല്ലേ. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ആണ് ഇവിടെ, അത് വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം വെൻ വി ആർ ഹിറ്റിംഗ് ദിസ് സോൺ, നിയർ ബൈ സോൺ, അവിടെ ചെറിയൊരു ഗ്യാപ്പ് മാത്രം വെച്ചുകൊണ്ട് അല്ലേ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ബൈയിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോൺസിനെ ഞാൻ എന്താ ചെയ്യുക, ചെറിയൊരു സോണുകളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു അപ്പർ ബാൻഡിനെയും ലോവർ ബാൻഡിനെയും മീറ്റ് ചെയ്യുന്ന വിധത്തിൽ ചെറിയ സോൺസ് ആയിട്ട്, അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഈ ഒരു സോണും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവിടെ ഒരു സോണായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ബൈയിങ് സോൺ. ലുക്ക് അറ്റ് ദിസ്. ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നമ്മൾ ലോവർ സൈഡ് മാർക്ക് ചെയ്തു, പക്ഷേ അതിന് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു അപ്പർ സൈഡ് ഉണ്ട്, അതിലേക്കും അതുപോലെ ബോഡി ക്ലോസിംഗ് ആയിട്ട് വരുന്ന ലോവർ സൈഡിലേക്കും എന്ത് ചെയ്തു, ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ടച്ച് ചെയ്തിട്ടുള്ള സാധനം എക്സാക്ട്ലി ഈ ഒരു പോയിന്റിലേക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ നിന്നൊരു സോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇത്തവണ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഫസ്റ്റ് ടാർഗറ്റ് ഇസ് ഗോയിങ് ടു ബി, ഇത്രയും വലിയൊരു ഫോൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടല്ലേ, അപ്പോൾ ആ ഫോൾ നടന്നിട്ടുള്ളതിൻ്റെ മിഡിൽ ആയിരിക്കും നെക്സ്റ്റ് ന്യൂ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിഡിൽ ക്യാൻഡിൽ ഫോർമേഷൻ, അതായത് ഡൗൺ സൈഡിൽ നമ്മൾ 3 ക്യാൻഡിൽ ഫോർമേഷൻ്റെ ഇവിടെ ഒരു സപ്പോർട്ട് നമ്മൾ വരച്ചു, അതുകൂടാതെ തന്നെ അപ്പർ സൈഡിൽ ഇവിടെ ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ്റെ FFC ഫോർമേഷൻ്റെ ഒരു സോൺ കൂടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഈ 2 ക്യാൻഡിലിൻ്റെയും നടുക്ക് പ്രീവിയസ്ലി നടന്നിട്ടുള്ള ഒരു ബിഗ്ഗർ സൈഡ് ഫോൾ ഉണ്ടെങ്കിൽ ഈ ഫോളിൻ്റെ 50% നമ്മളൊരു സോണായിട്ട് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോണാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം ഈ ഒരു അപ്പർ സോൺ മീറ്റ് ചെയ്തതിന് ശേഷം ഈ 50% നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. ലുക്ക് അറ്റ് ദിസ്. ദെൻ എഗെയിൻ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് റാലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു സോൺ നമുക്കുണ്ട്, ആ സോൺ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ റിജക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സപ്പോർട്ട് എവിടെയായിരിക്കും എടുക്കുന്നുണ്ടാവുക? 71,963 63.16 എക്സാക്ട്ലി ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടാവുക അല്ലേ. ഞാൻ ഈ ഒരു സോൺ അവിടെ തന്നെ ഒന്ന് മാറ്റി, ഈ ഒരു സോണിനെ ഞാൻ അവിടെ നിന്ന് മാറ്റി പയ്യെ കൊണ്ടുവന്ന് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിലോ, ലുക്ക് അറ്റ് ദിസ്, ഈ ക്യാൻഡിലിൻ്റെ 50%ലും നമുക്കൊരു മാർക്ക് കാണാം. അതായത് നമ്മൾ നേരത്തെ വരച്ചൊരു റെസിസ്റ്റൻസ് ലൈൻ വീണ്ടും ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. ബട്ട് എക്സാക്ട്ലി അറ്റ് ദ പ്രീവിയസ് ഹൈ ജാനുവരി 24 ദിസ് ഇയർ 16th ജാനുവരിയിൽ മേക്ക് ചെയ്തിട്ടുള്ള ഹൈ കഴിഞ്ഞ ദിവസം വീണ്ടും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് ഓപ്പണും അതുപോലെ ഹൈയും സെയിം ആയിട്ട് കീപ്പ് ചെയ്ത് സെല്ല് ചെയ്യുകയാണ്, റൈറ്റ്? അപ്പോൾ ഈ സെൽ സൈഡ് സംഭവിച്ചു. അപ്പോൾ ഈ ക്യാൻഡിലിനെ എല്ലാം ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പോവാം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നടന്നിട്ടുള്ള ഈ ക്യാൻഡിൽസിൻ്റെ എല്ലാം ഒരു മെസ്സേജ് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് അഡീഷൻ ചെയ്യുകയാണെങ്കിൽ, റൈറ്റ്, ഓപ്പണിംഗ് ഓഫ് ദിസ് ക്യാൻഡിൽ എവിടെയാണ്? ഈ ക്യാൻഡിലിൻ്റെ
ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് ഇത് കൺസിഡർ ചെയ്യാം, റൈറ്റ്? ദിസ് ഈസ് ദ ക്യാൻഡിൽ ഓപ്പണിംഗ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് നമ്മൾ ഇവിടെ കൊടുത്തു, ആൻഡ് ദിസ് ഈസ് ദ ഹൈ. ഇങ്ങനെയൊരു പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ഇപ്പോൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ള സോണിലാണ്. ഇത് പ്രീവിയസ്ലി റൺ ചെയ്തിട്ടുള്ള ഇത്രയും വലിയൊരു ബിഗ് ക്യാൻഡിലിൻ്റെ 50% നമ്മളവിടെ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു സോൺ ഉണ്ടല്ലോ, ഈ സോൺ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ 2 സോൺസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ബോക്സ് ഞാൻ അവിടെ തന്നെ 2 സോൺ, ഒരു 50%ലും ഒരു 3 ക്യാൻഡിൽ ഫോർമേഷൻ FFCയുടെ ഹയർ ഹൈയിലും നമ്മളൊരു സോൺ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ എൻട്രീനെ കുറച്ചുകൂടെ പ്രിസൈസ് ചെയ്യാൻ ഞാൻ 4 അവേഴ്സിലേക്ക് പോവുകയാണ്. 4 അവേഴ്സിലേക്ക് പോകുന്ന സമയത്ത് എനിക്കറിയാം ദിസ് ഇസ് ജസ്റ്റ് എ വിക്ക്. ഇത്രയും വലിയൊരു ഫോളാണ് സംഭവിച്ചിട്ടുള്ള ഡേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? അത് എന്തായാലും മാർക്ക് ചെയ്യണം. പക്ഷേ അതിനേക്കാളും താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ സെല്ലേഴ്സ് ആർ ഇൻ കൺട്രോൾ, റൈറ്റ്? ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കുറച്ചുകൂടെ ഇൻഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പോവുകയാണെങ്കിലോ, എക്സാക്ട്ലി ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്താൽ നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള 2 ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെ വെക്കേണ്ടി വരും അല്ലേ? ടാർഗറ്റ്, എനിക്ക് മുന്നിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയൊരു ടാർഗറ്റാണ്, റൈറ്റ്? പക്ഷേ അവിടെ റിസ്ക് കൂടുതൽ. എന്താണ് റിസ്ക്? ആണ് കൂടുതൽ, റിവാർഡ് കുറവേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഷോർട്ട് സൈഡ് എൻട്രി എടുക്കുകയാണെങ്കിലോ, ഞാൻ അതിന് പകരം ഈ ഒരു എൻട്രി ഷോർട്ട് സൈഡാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് അവിടെ നിന്നും റിസ്ക് കുറവാണ്, റിവാർഡ് കൂടുതലാണ്. സോ ദിസ് ടൈം ഐ വിൽ ഗോ വിത്ത് ദിസ് ക്യാൻഡിൽ ആസ് എ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി. കാരണം പ്രോബബിലിറ്റി നോക്കുന്ന സമയത്ത് ഒരു കോയിനെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മാർക്കറ്റ് ഇങ്ങനെ ഒരു റിജക്ഷൻ കൊടുക്കുന്നുണ്ടോ അത്രയും നമുക്ക് ഓപ്പർച്യൂണിറ്റി ആണല്ലേ. ഈ ഒരു സ്ഥലത്ത് നിന്നും ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ടാർഗറ്റ് കൂടുതലുണ്ട്. അപ്പോൾ 50% ഓഫ് ദ ക്യാൻഡിൽ, ലുക്ക് അറ്റ് ദിസ് ക്യാൻഡിൽ, ഈ ക്യാൻഡിലിൻ്റെ എക്സാക്ട് 50%ഉം ഈ ക്യാൻഡിലിൽ നമുക്ക് 2 സോൺസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സിൽ പോയി കഴിഞ്ഞാലോ മാർക്കറ്റ് ഇവിടെ റിജക്റ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, ഇവിടെ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ റിജക്ഷനിൽ നമുക്കൊരു എൻട്രി എടുത്ത് അടുത്ത ടാർഗറ്റിലേക്ക്, അടുത്തൊരു സോണിലേക്ക് മാർക്കറ്റ് എന്തായാലും ഒരു ഫോൾ തരുന്നുണ്ടാവും അല്ലേ? കാരണം നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇത് മന്ത്ലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലും എല്ലാം ചെയ്തിട്ടുള്ള ഒരു സോൺസാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ ചെറിയ റിസ്ക്കും 1:3 റിവാർഡെങ്കിലും 391 പോയിൻറ്റ്സ് റിസ്ക്കും 963 പോയിൻറ്റ് റിവാർഡും ഉള്ള സെൻസെക്സിൽ ഒരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് മൺഡേ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക, റൈറ്റ്? സോ ദിസ് ഇസ് ഓൾ അബൌട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫോർമേഷൻ ഇൻ ദ മിഡിൽ ക്യാൻഡിൽ. അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ലെറ്റ് us go back to the psychology of 5 minutes candle in the next module.